ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഇക്കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടെ അടി കൂടണ്ട. ഈ കുഞ്ഞിന്റെ സന്തോഷം കളയാൻ. രാജു, നിങ്ങൾ രണ്ടുപേരും കൂടെ കൊടുത്താ മതി. അതെന്താന്ന് അറിയണം. നീ വേഗം അവനെ ഫോളോ ചെയ്. ചെല്ലടാ. രുക്മിണിയോട് ഈ വിശേഷം പറഞ്ഞോ ഹരീഷേ? ഞാൻ ഓട്ടോയിൽ അമ്മയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാ ലത ചേച്ചി വിളിച്ച് എന്നോട് വിവരം പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ വരികയൊന്നുമില്ല. ഒന്നാമത് എതിർപ്പ്. തന്നെയല്ല, രമ്യ ഒരേ ഇരിപ്പുവാ, ഒരു ഭ്രാന്തിയെ പോലെ. അവളെ ഒറ്റക്കിട്ടിട്ട് അമ്മ എങ്ങനെ വരാനാ? അവള് വല്ല കടുകയും ചെയ്താലോ? രാജുവായിട്ട് രമ്യയുടെ കല്യാണം നടത്താത്തതിനെ ചൊല്ലി ഞാനും വേണുവേട്ടനും തമ്മിൽ വഴക്കാണെന്നാ ഇവരുടെയൊക്കെ വിചാരം. ഇവരിനി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വേണുവേട്ടനെയും രാജുവിനെയും ഋതുമോളെയൊക്കെ ആക്രമിക്കും. ഇതൊക്കെ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഞാൻ? അവളുടെ അന്ത്യം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. തകർത്ത് കളഞ്ഞില്ലേ എന്റെ പെങ്ങളുടെ ജീവിതം. ഇവനും പതുക്കെ പതുക്കെ ആ രുക്മിണിയുടെ മകനായിട്ട് മാറുക. ഇപ്പൊ ഒന്നും മിണ്ടണ്ട. എന്റെ കുഞ്ഞൊരമ്മയാൻ പോവാ. ഞാൻ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ അത് അവളെ വേദനിപ്പിക്കും. ഇപ്പൊ അച്ഛനും വീട്ടിലില്ല. കുടുംബം ഇപ്പം അനാഥോ. ഞാൻ ആരോട് എന്റെ സങ്കടം പറയണ്ടേ? മോനെ ഹരീഷേ, ഇന്നൊരു സന്തോഷമുള്ള ദിവസം. നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്തരം വിചാരങ്ങളൊക്കെ മാറ്റിവെക്ക്. സോറി രാധമ്മേ, ഓരോന്ന് ഓർത്തപ്പോ ഞാനങ്ങ് പറഞ്ഞു പോയതാ. ഇനി പറയില്ല. ഇനി അങ്ങോട്ട് മോളുടെ പ്രസവം വരെ സന്തോഷമുള്ള കാര്യങ്ങളെ പറയാവൂ. ടെൻഷൻ വന്നാ അത് ജനിക്കുന്ന കുഞ്ഞിനെയും ബാധിക്കും. ഗർഭകാലത്ത് ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കൊരു ക്ലാസ് തന്നാ മതി. ആ, അതിനൊറ്റ ക്ലാസ്സേ ഉള്ളൂ. പെറ്റമ്മയുടെ സാമീപ്യം കൂട്ടിക്കൊണ്ട് അമ്മായി അമ്മയുടെ സാമീപ്യം പരമാവധി കുറയ്ക്കുക. എന്നിട്ട് ഗർഭിണിയായ ഭാര്യയോടൊപ്പം ഭർത്താവ് എപ്പോഴും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഡെലിവറി വെരി ഹാപ്പി. അമ്മായിയമ്മയുടെ സാമീപ്യം കുറയ്ക്കാൻ എന്റെ അമ്മായിയമ്മ ഒരു പാവല്ലേ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഏതൊരു ഗർഭിണിയുടെയും സ്വന്തം അമ്മായിയമ്മ രാജവെമ്പാലയെ പോലെ ആണെന്ന ചില ഗർഭിണികൾ കരുതുന്നത്. ഏട്ടാ മോളെ, ശ്രീ, കൺഗ്രാറ്റ്സ്. ഇത് കുറച്ച് സ്വീറ്റ്സ്. ഇത് ഞാൻ വാങ്ങിയതല്ല, നിന്റെ ഏട്ടൻ വാങ്ങിയതാ. മധുരം കൊടുക്കേണ്ടത് അച്ഛനും അമ്മയും കൂടിയാ. രാധമ്മയും വേണുവെങ്കിലും കൂടി ഇത് ശ്രീലക്ഷ്മിക്ക് കൊടുക്കണം.
ഞങ്ങളില്ലേ. എനിക്കും എന്റെ ബദ്ധശത്രുവായ എങ്ങേർക്കും ഇപ്പൊ പ്രായമായി. പ്രായത്തിലേറ്റവും ചെറിയവരാ മധുരം കൊടുക്കേണ്ടത്. അവരെന്നെ കൊടുത്താ മതി. അതെ അതെ, നിത്യശത്രുക്കളായ ഞാനും ഇവളും കൂടി മധുരം കൊടുത്താൽ ശരിയാവില്ല. ഞങ്ങള് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാ. ഞങ്ങളിപ്പോ വെറും ആക്രികളാ. ഇനി ഇക്കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടെ അടി കൂടണ്ട. ഈ കുഞ്ഞിന്റെ സന്തോഷം കളയാൻ. രാജു, നിങ്ങൾ രണ്ടുപേരും കൂടെ കൊടുത്താ മതി. മേഡം, എന്നെക്കൊണ്ട് ശ്രീലക്ഷ്മിക്ക് മധുരം കൊടുക്കാൻ ഈ രാധമ്മ കാണിച്ചൊരു സൂത്രം. അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡ്. എന്താ സംഭവിച്ചിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂ ജോർജ്. സർ, ഈ ലാപ്ടോപ്പ് വിതരണ ഇടപാടിൽ എന്തോ കാര്യമായ തിരിമറികൾ നടന്നിട്ടുണ്ട് സർ. തിരിമറികൾ എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ? സർ, ഇടനില നിന്നവരാരോ ഇതിൽ കളിച്ചിട്ടുണ്ട്. എന്നുവെച്ചാ അഴിമതി നടത്തിയിട്ടുണ്ടാവാം. ഇടനില നിന്നവരോ? അതെ സർ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫയൽ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഫയലാ. പല അഴിമതി ആരോപണങ്ങളും വരാൻ വഴിയുള്ള ഫയലായതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. കാരണം ഈ ലാപ്ടോപ്പുകളൊന്നും മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാത്തതാണ്. കുട്ടികൾക്ക് ആദ്യ റൗണ്ടിൽ വിതരണം ചെയ്ത ലാപ്ടോപ്പുകളെല്ലാം തന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടായി. അതുമാത്രമല്ല, ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോ ചില ലാപ്ടോപ്പുകൾ പൊട്ടിത്തെറിച്ചു. വാട്ട്? അതെ സർ, 2 കുട്ടികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്.